ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിः യജത്രാः സ്ഥിരൈരംഗൈः തുഷ്ടുവാംസഃ തനൂഭിः വ്യശേമദേവഹിതം യദായുः ഭദ്രം नो अपि वातयमनः. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടകോപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ രണ്ടാം ഖണ്ഡത്തിലെ ഒന്നാമത്തെ മന്ത്രം. ആവി സന്നിഹിതം ഗുഹാചരം നാമ മഹത്പദ അത്രേതത് സമർപ്പിതം ഏജത് പ്രാണന്നിമിഷച്ഛയ ഏതത് ജാനാഥ സദസ വരേണ്യം പരം വിജ്ഞാനാദ്വരിഷ്ടം പ്രജാനാം. ഗുഹാചരം നാമ, ഗുഹാചരമെന്ന് ഗുഹയിൽ ചരിക്കുന്നതായ പ്രസിദ്ധപ്പെട്ട മഹത്പദം, വലിയ പദമായ പ്രാപ്തിസ്ഥാനമായ ഈ ബ്രഹ്മം. ആവി സന്നിഹിതം, ആവി എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ടു എന്നർത്ഥം. വെളിവായി സന്നിഹിതമായിരിക്കുന്നു, ഇവിടെ വന്നിരിക്കുന്നു. ഏജത്തായിട്ടും ചലിക്കുന്നതായിട്ടും പ്രാണിക്കുന്നതായിട്ടും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതായിട്ടും നിമേഷക്രിയയോടു കൂടിയതായിട്ടും യത് എന്തെല്ലാമുണ്ടോ ഏതത് ഇതെല്ലാം അത്ര ഈ പദത്തിൽ ഇതിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു പദം സദസത് മൂർത്തവും അമൂർത്തവും സ്ഥൂലവും സൂക്ഷ്മവും ആയിട്ടുള്ളതും വരേണ്യം എല്ലാവർക്കും സ്വീകാര്യമായതും വരിക്കപ്പെടേണ്ടതും പ്രജാനാം പ്രജകളുടെ വിജ്ഞാനത്തിൽ നിന്നും പരവും ദൂരത്തുള്ളതും വരിഷ്ഠവും എല്ലാത്തിലും ശ്രേഷ്ഠമായതും തത് ഏതത് അങ്ങനെയിരിക്കുന്ന ഈ പദത്തെ ജാനഥ നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അരൂപമായി അക്ഷരത്തെ ഏത് പ്രകാരത്തിലാണ് അറിയേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഈ വാക്കിൻ്റെ ഇന്ദ്രിയം മുതലായ അടുത്തിരിക്കുന്ന ഉപാധികളെ കൊണ്ട് വെളിവായി ജ്വലിക്കുന്നു. ശബ്ദാദികളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ദർശനം, ശ്രവണം, മനനം, വിജ്ഞാനം മുതലായ ഉപാധിധർമ്മങ്ങളാൽ എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ ഈ ബ്രഹ്മം വെളിപ്പെട്ട് കാണുന്നു എന്ന് സാരം. ഇങ്ങനെ ഹൃദയത്തിൽ വെളിപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ബ്രഹ്മം ഗുഹാചരമെന്ന് പ്രസിദ്ധപ്പെട്ടിരിക്കുന്നു. ഗുഹയിൽ ചരിക്കുന്നത്. ദർശനം, ശ്രവണം മുതലായ പ്രകാരങ്ങളിൽ ഗുഹയിൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ചരിക്കുന്നതാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം പറയുന്നത്. അത് എല്ലാത്തിനേക്കാളും മഹത്തായതുകൊണ്ട് അതിനെ മഹത്തെന്നും എല്ലാവരാലും പതിക്കപ്പെടുന്നതുകൊണ്ടും ഗമിക്കപ്പെടുന്നതുകൊണ്ട് പദമെന്നും പറയപ്പെടുന്നു. അത് മഹത്തായ പദമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ പക്ഷി മുതലായ ചലിക്കുന്ന എല്ലാ പ്രാണികളും മനുഷ്യർ മുതലായ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ജന്തുക്കളും നിമേഷക്രിയ, കണ്ണടക്കുക എന്ന ക്രിയ ചെയ്യുന്നതും അത് ഇല്ലാത്തവയും കണ്ണടക്കാത്തവയും എന്ന് വേണ്ട ഈ ജഗത്തിലെ രഥചക്രത്തിൻ്റെ നാഭിയിൽ ആരക്കാലുകൾ എന്ന പോലെ ഈ ബ്രഹ്മത്തിൽ തന്നെയാണ് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലയോ ശിഷ്യരെ, ഇങ്ങനെ എല്ലാറ്റിനും ആസ്പദമായിട്ടുള്ള ഈ ബ്രഹ്മം നിങ്ങളുടെ ആത്മാവായിട്ടുള്ളതാണെന്ന് അറിയണം.
അത് സദസത് സ്വരൂപമാകുന്നു. അതിന് മൂർത്തമോ അമൂർത്തമോ സ്ഥൂലമോ സൂക്ഷ്മമോ അതല്ലാതെ വേറെയില്ല. നിത്യമായതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കപ്പെടേണ്ടതും അത് തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ്. അത് പ്രജകളുടെ വിജ്ഞാനത്തിൽ നിന്നും ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലൗകിക വിജ്ഞാനത്തിന് അഗോചരമാണെന്ന് സാരം. ലൗകിക വിജ്ഞാനത്തിൽ നിന്നും വളരെ ദൂരെയാണ് ആ ബ്രഹ്മം എന്ന് സാരം. മന്ത്രത്തിൽ പ്രജാനാം എന്ന പദം വിജ്ഞാനാത് എന്നതിന് മുമ്പിൽ ചേർത്ത് അന്വയിക്കേണ്ടതാണ്. ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആ ബ്രഹ്മപദം തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ ബ്രഹ്മപദത്തിന് യാതൊരു ദോഷവും ഇല്ല, ഗുണം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ അക്ഷരത്തെക്കുറിച്ച് പറഞ്ഞു, വാക്കിനെക്കുറിച്ച് പറഞ്ഞു, ദർശനം, ശ്രവണം, മനനം തുടങ്ങിയ വിജ്ഞാനം തുടങ്ങിയ അതിൻ്റെ ഉപാധിധർമ്മങ്ങൾ, അതിൽ എല്ലാ പ്രാണികളിലും ഇതുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ പ്രാണികളും കാണുന്നുണ്ട്, ദർശിക്കുന്നുണ്ട്, ശ്രവിക്കുന്നുണ്ട്, ശ്രവണം ചെയ്യുന്നുണ്ട്, മനനം ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, വിജ്ഞാനം അറിയുന്നുമുണ്ട്. ഓരോ കാര്യങ്ങൾ അറിയുന്നതിനാൽ ഈ കാര്യങ്ങളെല്ലാം എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ വെളിപ്പെട്ട് കാണുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബ്രഹ്മം എവിടെ സ്ഥിതി ചെയ്യുന്നു? ബ്രഹ്മം നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഹൃദയമാകുന്ന ഗുഹയ്ക്കുള്ളിൽ ചരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ ആ ചരിച്ചു അതിനാലാണ് ഹൃദയത്തിൽ ഗുഹയിൽ ചരിക്കുന്നു എന്ന് പറയുന്നത്. ഹൃദയത്തിൽ ചരിക്കുന്നു, ഗുഹാചരം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ, ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേമാതിരി തന്നെ എല്ലാവരാലും പതിക്കപ്പെടുന്നത് കൊണ്ട് പദമെന്ന് പറയുന്നു. എല്ലാവരാലും ഗമിക്കപ്പെടുന്നത് കൊണ്ട് ആ മഹത്തായ ആ പദം, ബ്രഹ്മപദം, അത് ബ്രഹ്മപദം എന്തുകൊണ്ടാണ് ബ്രഹ്മപദം എന്ന് പറയുന്നത് എന്നുകൂടെ പറയുന്നു. എല്ലാത്തിലും, എല്ലാ ജീവജാലങ്ങളിലും, ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന എല്ലാ ജീവജാലങ്ങളിലും, കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്നതും ചെയ്യാത്തതുമായ എല്ലാ ജീവജാലങ്ങളിലും ഈ ബ്രഹ്മം ഉണ്ട്. ആ ബ്രഹ്മം നമ്മുടെ ആത്മാവായിട്ട് അതിനെ കണക്കാക്കണം. അപ്പോൾ ആത്മാവാണ് ബ്രഹ്മം എന്നുള്ള കാര്യം കൂടെ ഈ മന്ത്രത്തിൽ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്.